മൈനാഗപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ ഇപ്പോൾ ന്യൂസ് മലയാളത്തിനൊപ്പം ചേരുകയാണ്. അദ്ദേഹം ഈ സ്കൂളിൽ ബാലാവകാശ കമ്മീഷൻ സന്ദർശനം നടത്തവേ അദ്ദേഹം ഇവിടെ എത്തുകയും ഇവിടെ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വിശദീകരിച്ച് നൽകുകയും ചെയ്തു. ശ്രീ വർഗീസ് തരകൻ, പഞ്ചായത്ത് ഇതിന് ഈ ഷെഡ് കെട്ടുന്നതിന് ഏതെങ്കിലും തരത്തിൽ അനുമതി കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ല, അനുമതി നൽകിയിട്ടില്ല. പഞ്ചായത്തിനോട് ഇത് ചോദിച്ചിട്ടില്ല. ഇങ്ങനെ താൽക്കാലിക ഷെഡ് പണിയുന്നതിന് അവരോട് ഞാൻ കഴിഞ്ഞ ദിവസം വിശദീകരണം ചോദിച്ചപ്പോൾ താൽക്കാലിക ഷെഡിന് അനുമതി വേണ്ട എന്നുള്ള ഇത് വെച്ചാണ് നമ്മുടെ അനുമതി എടുക്കാഞ്ഞത് എന്നാണ് അവർ പറയുന്നത്. ഇത് CPM ഭരിക്കുന്ന മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഒരു സ്കൂളാണ്. അവർ ആ ഭരണസ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണോ ഇത്തരത്തിലൊരു ഷെഡ് ഇവിടെ സ്ഥാപിച്ചതെന്നാണോ നിങ്ങളുടെ ഒരു? തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ ഒരു നിയമവും അവർക്ക് ബാധകമല്ല എന്നുള്ള രീതിയിലേക്കാണ് അവർ ചെയ്യുന്നത്. കാരണം തീർച്ചയായിട്ടും ഇവിടെ ബാക്കി എത്രയോ സ്ഥലങ്ങളുണ്ടായിരുന്നു. ഇതിന്റെ കീഴിൽ തന്നെ ഇങ്ങനെ ഒരു ഷെഡ് പണിയണമെന്ന് നിർബന്ധമൊന്നുമില്ലായിരുന്നല്ലോ. ബാക്കി അങ്ങോട്ട് മാറ്റി ചെയ്യാമായിരുന്നു. അത് KSEBയും അതുപോലെ സ്കൂൾ മാനേജ്മെന്റും അവരുടെ ഭരണസ്വാധീനം ഉപയോഗിച്ച് അവർക്ക് ഏത് രീതിയിൽ ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളത് കൊണ്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും ഒരു തരത്തിൽ ഇത്തരത്തിൽ ഈ ഒരു വൈദ്യുതി ലൈനിൽ കടന്നു പോകുന്ന ഒരു അപകട സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇത് പൊളിച്ചു നീക്കണമെന്ന് പഞ്ചായത്ത് ഏതെങ്കിലും സ്റ്റോപ്പ് മെമ്മോ അടക്കമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇഷ്യൂ ചെയ്തിട്ടില്ല? കൊടുത്തിട്ടില്ല. അത് പഞ്ചായത്തിന്റെ ഒരു വീഴ്ചയല്ലേ? അത് തീർച്ചയായിട്ടും അത് ശ്രദ്ധയിൽപ്പെട്ടപ്പം കൊടുക്കേണ്ടതായിരുന്നു. ഞാനത് നിഷേധിക്കുന്നില്ല. ഇപ്പോൾ ഈ മരണപ്പെട്ട കുട്ടിക്ക് സർക്കാർ എല്ലാവിധ സഹായങ്ങളും പ്രഖ്യാപിക്കുന്നു. ഇനി എന്താണ് ഈ സ്കൂളിന്റെ സുരക്ഷ? ഏതാണ്ട് 68 വർഷം പഴക്കമുള്ള കെട്ടിടമാണെന്നാണ് പറയുന്നത്. ഇനി ഈ കെട്ടിടം മുന്നോട്ട് പ്രവർത്തിപ്പിക്കുമോ? അത് പഞ്ചായത്ത് എന്തൊക്കെ നടപടികൾ ഇനി ചെയ്യും? ഞാൻ പറഞ്ഞില്ലേ, അത് വിദഗ്ധമായ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ കൊണ്ടുവന്നത് പരിശോധിക്കുകയും ഇത് അൺഫിറ്റ് ആണെങ്കിൽ അൺഫിറ്റ് ആക്കി കൊടുക്കാനുള്ള നോട്ടീസ് അടിയന്തരമായി നമ്മൾ നൽകുന്നതാണ്.